الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിന്റെ വിലയേറിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളും നമ്മുടെ മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലോ വാക്കിലോ സംഭവിച്ചു പോയ അബദ്ധങ്ങളും തെറ്റുകളൊക്കെയും കാരുണ്യവാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശക്തമായ ഒരു പരിശീലനത്തിന്റെ കാലയളവിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കാര്യവും അത് മനോഹരമാവണമെങ്കിലും അത് പൂർണ്ണമാവണമെങ്കിലും അതിന്റെ യഥാർത്ഥമായ ലക്ഷ്യം കൈവരിക്കണമെങ്കിലും ശക്തമായ നിയമങ്ങൾ അതിന് ഉണ്ടായിരിക്കണം. ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് കൃത്യമായി നിരീക്ഷിക്കണം. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കർശനമായ ശിക്ഷയുണ്ടാവണം. നിയമങ്ങൾ പാലിക്കുന്നവർക്ക് നല്ല പ്രതിഫലമുണ്ടെന്ന് അവരെ സന്തോഷ വാർത്ത അറിയിക്കണം. ഏതൊരു സംഗതിയും ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ ഈ 4 കാര്യങ്ങൾ അനിവാര്യമാണ്. നമ്മളൊരു പുതിയ കമ്പനി ആരംഭിക്കുന്നു എന്ന് നിശ്ചയിക്കുക. ഒരു പുതിയ കമ്പനി ആരംഭിക്കുന്നു, വലിയ ലാഭം കിട്ടാൻ സാധിക്കുന്ന ഒരു വലിയ കമ്പനിയാണ്. ആ കമ്പനിയുടെ ബിൽഡിങ്ങും മറ്റു സൗകര്യങ്ങളും ഒരുക്കും മുമ്പേ നമ്മൾ ആദ്യം തയ്യാറാക്കുക നിയമങ്ങളാണ്. ഈ കമ്പനി എന്തിനാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ആരാണ് ജോലി ചെയ്യേണ്ടത്, ജോലിക്കാർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്. ആ നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നിടത്തോളം കാലം ആ കമ്പനി ലാഭകരമായി പ്രവർത്തിക്കും. നിയമങ്ങൾ ഇല്ലാതാവുകയും ആ നിയമങ്ങൾ സംരക്ഷിക്കാനും നിരീക്ഷിക്കാനും ആളില്ലാതെ വരികയും ചെയ്യുമ്പോൾ ആ കമ്പനി പൂട്ടിപ്പോകും. അതൊരു കമ്പനിയാവാം, ഒരു ആശുപത്രിയാവാം, ഒരു സ്കൂളാവാം, എന്താവാം.
കേവലം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു കളി നടക്കുമ്പോൾ പോലും ആ കളിക്ക് കൃത്യമായ നിയമങ്ങളുണ്ട്, അതിർത്തികളുണ്ട്. അതിനപ്പുറം ആ കളിയിലെ നിയമങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ ഒരു റഫറി ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കും. എല്ലാ കാര്യവും അങ്ങനെയാണ്. പിന്നെ പുതിയ കാലത്ത് ആരൊക്കെയോ ചില മനുഷ്യരോട് പറഞ്ഞു, നമ്മൾ നിയമങ്ങളൊന്നും പാലിക്കണ്ട, നമ്മൾ സ്വതന്ത്രരാണ്, നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നമുക്ക് നിയമത്തിന്റെ മതിൽക്കെട്ടുകളില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു തലമുറയെ വഴിവിടപ്പിക്കുന്ന പുതിയ കുറച്ച് ആളുകളെ നമുക്ക് കാണാം. ആരാണ് ഇവിടെ നിയമങ്ങളില്ലാതെ ജീവിക്കുന്നത്? ഒരു വാഹനവും കൊണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ എത്ര നിയമങ്ങൾ പാലിക്കണം? ഓരോ സ്ഥലത്തും, ഒരു ആശുപത്രിയിൽ ചെന്നാൽ, ഒരു ഓഫീസിൽ ചെന്നാൽ, ഒരു സ്കൂളിൽ ചെന്നാൽ, ഒരു കോളേജിൽ ചെന്നാൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, ഒരു എയർപോർട്ടിൽ ചെന്നാൽ എവിടെയാണ് നിയമങ്ങളില്ലാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിലെ മനുഷ്യന്മാരുടെ ജീവിതം അത് കൃത്യമാവാനും അത് സമാധാനപൂർണമാവാനും അള്ളാഹു നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. ആ നിയമങ്ങൾ മനുഷ്യന്റെ ജീവിതം സുഖകരമാക്കുവാൻ വേണ്ടിയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫമൻ തബിയ ഹുദായ. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഇങ്ങനെ ജീവിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുക, ഒരു രോഗം വരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുക, നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുക, നമ്മൾ ഇടങ്ങേറാവുക, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പിശാച് പറയും, ഇനിയിപ്പോ അള്ളാഹി ഖുർആനി ഒന്നും മുറുകെ പിടിച്ചിട്ട് കാര്യമല്ല, ഇതിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടേതായ മാർഗങ്ങൾ നോക്കണം, വഴിവിട്ട മാർഗങ്ങൾ നോക്കണം. അവിടെ ശത്രുതയുണ്ടാവും, അവിടെ കൈക്കൂലി ഉണ്ടാവും, അവിടെ വേണ്ടാത്തരം ഉണ്ടാവും. എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യം സാധിക്കണം. അവിടെ ഇസ്ലാമില്ല, അവിടെ ഈമാനില്ല, അവിടെ അള്ളാഹുവില്ല, അവിടെ പ്രവാചകനില്ല. അത്തരം ചില അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടക്കിടക്ക് കയറി വരാറുണ്ട്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട സംഗതി. അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത് ഫമൻ തബിയ ഹുദായ. ഏതൊരു സന്ദർഭത്തിൽ ജീവിക്കുന്ന മനുഷ്യനാവട്ടെ, സന്തോഷത്തിലോ സങ്കടത്തിലോ ലാഭത്തിലോ നഷ്ടത്തിലോ ഇടങ്ങേറിലോ സുഖത്തിലോ ഏത് തലത്തിൽ ജീവിക്കുന്ന മനുഷ്യനാവട്ടെ, ഫമൻ തബിയ ഹുദായ, എന്റെ മാർഗനിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റി ജീവിക്കാൻ തയ്യാറാകുന്നത്, വലാ ഖൗഫുൻ അലൈഹിം, അവന് പേടിക്കേണ്ടി വരില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. ദുഃഖം എന്ന് പറഞ്ഞത് സംഭവിച്ചു പോയ ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടത്താവുക. പേടി എന്ന് പറഞ്ഞത് വരാനിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. അപ്പൊ വരാനിരിക്കുന്ന കാര്യങ്ങളിലും കഴിഞ്ഞുപോയ കാര്യങ്ങളിലും സങ്കടങ്ങളിലും പേടിയുമില്ലാതെ ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കണോ? അവന്റെ മുമ്പിൽ അവന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും കരണീയ മാർഗം. നമ്മൾ മറക്കരുത് കേട്ടോ. നമ്മുടെ മനസ്സിന്റെ മതിലിൽ നമ്മൾ കൊത്തിവെക്കേണ്ട ഒരായത്തിന്റെ ശകലമാണത്. നിങ്ങളിൽ ആരാണോ ജീവിതത്തിന്റെ ഏത് സമയത്തും അള്ളാഹുവിന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് ഹറാമുകൾ വരാതെ, വേണ്ടാത്തരങ്ങൾ വരാതെ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം മുറുകെ പിടിച്ചു ജീവിക്കാൻ ആരാണോ തയ്യാറാകുന്നത്, എന്താ മഖ്റജ്? എക്സിറ്റ് നടത്തും എന്ന് പറഞ്ഞാൽ അവൻ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് മോചനം കൊടുക്കും. അള്ളാഹു മോചനം കൊടുക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ വഴികൾ അടയുന്നില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരങ്ങൾ അവസാനിക്കുന്നില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നും അശക്തമാകുന്നില്ല. ഒരു പ്രയാസത്തിൽപ്പെട്ട മനുഷ്യൻ, ഒരു ഇടങ്ങേറിൽപ്പെട്ട മനുഷ്യൻ, ഒരു ദുരന്തത്തിൽപ്പെട്ട മനുഷ്യൻ, ഇത് എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്, ഞാൻ എന്റെ റബ്ബിൽ ഉറച്ചു നിൽക്കുമെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ കൂടെ നിന്നാൽ അള്ളാഹു പറയുന്നത് യജ്അൽ ലഹു മഖ്റജ, അവൻ പ്രതീക്ഷിക്കാത്ത, അവൻ ഓർക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് മോചനം കൊടുക്കുമെന്നാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔനിന്റെ കിരാതമായ മർദ്ദനത്തിൽ നിന്ന് ബനൂ ഇസ്രായേൽ എന്ന പാപപ്പെട്ട ജനതയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാതിരാത്രിയിൽ അവരെ വിളിച്ചുണർത്തി അവരെയും കൊണ്ട് നാട് വിട്ടു പോവുകയാണ്.
പക്ഷേ അവർ എത്തിച്ചേർന്നത് കടലിന്റെ മുമ്പിലാണ്. അവരുടെ മുമ്പിൽ തിരയടിക്കുന്ന സമുദ്രമാണ്. മുന്നോട്ട് പോകാൻ ഒരടി സഞ്ചരിക്കാൻ വഴിയില്ല. അവർ വഴിതെറ്റി അവിടെയാണ് എത്തിയത്. നേരം വെളുത്തപ്പോ പിന്നാപ്പുറത്ത് നിന്ന് സൈന്യത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഈ രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ ജനതയെ കൊന്നൊടുക്കാൻ രാജാവിന്റെ കൽപ്പനയുണ്ടായതുകൊണ്ട് ഇവരെ കൊല്ലുവാൻ വേണ്ടി രാജാവിന്റെ പട്ടാളക്കാർ ഇറങ്ങിയിരിക്കുന്നു. ആ പാവം ജനത മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, മൂസ, ഇനി എന്താണ് മാർഗം? ഒന്നുകിൽ കടലിൽ ചാടി മരിക്കണം, അല്ലെങ്കിൽ ശത്രുവിന്റെ വെട്ടേറ്റ് മരിക്കണം. രണ്ടാമത്തെ വഴി, മൂന്നാമത്തെ ഒരു മാർഗം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊക്കെ മറക്കാതെ സൂക്ഷിക്കേണ്ട ഒരു വാക്കാണ്. അല്ല, നിങ്ങൾ പറഞ്ഞതല്ല ശരി. ഇന്ന മഅ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അവന്റെ മുമ്പിൽ അസാധ്യമെന്ന ഒരു സംഗതിയില്ല. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അള്ളാഹു വഴി കാണിച്ചു കൊടുത്തില്ലേ? ആ ജനതയെ രക്ഷപ്പെടുത്തിയില്ലേ? ഈ കുണ്ടാരത്തിലേക്ക് എറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്ന് ചില ആളുകൾ പറയുന്നുണ്ട്, ഇബ്രാഹിമെ, ഞങ്ങൾ നിന്നെ സഹായിക്കാം. നീ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ സഹായിക്കാം. പക്ഷേ ഇബ്രാഹിം നബി അവരോട് പറഞ്ഞ വാക്കന്തരങ്ങള്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അള്ളയുണ്ട്. ഞാൻ എന്റെ കാര്യങ്ങൾ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വനിഅമൽ വക്കീൽ, നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ അവനെക്കാളേറെ നല്ലവനായി വേറെ ആരാണുള്ളത്? എന്റെ കാര്യം ഞാൻ അള്ളാഹനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ രക്ഷപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഖുർആനിൽ. കത്തുന്ന തീയിനോട് അല്ലാഹു തആല പറഞ്ഞത്, യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയെ, ഇബ്രാഹിം നിന്റെ അടുത്ത് വരുമ്പോ, തീയുടെ സ്വഭാവം ചൂടാണ്. തീയിന്റെ പ്രകൃതി കത്തിച്ചു കളയുന്നതാണ്. പക്ഷേ ചൂടും കത്തിച്ചു കളയാനുള്ള ശക്തിയും ആ തീയിന് കൊടുത്ത ആ തീയിനോട് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നിന്റെ അടുത്ത് വരുമ്പോ നീ തണുപ്പാവണം, നീ സമാധാനമാവണം. അല്ലേ? അതാണ് അള്ളാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രയാസത്തിലും, ഏത് കഷ്ടപ്പാടിലും, സുഖത്തിലും, ലാഭത്തിലും, നേട്ടത്തിലും, എല്ലായിടത്തും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല വഴി നമ്മുടെ സൃഷ്ടാവിന്റെ നിയമങ്ങളെ, നമ്മുടെ സൃഷ്ടാവിന്റെ വഴിയെ ആ പിൻപറ്റുക, അതിനെ സ്വീകരിക്കുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സത്യത്തിൽ ഈ ലോകത്തിലെ മനുഷ്യന് ഈ ലോകത്ത് ഒരു സ്വാതന്ത്ര്യമില്ല. ഈ മനുഷ്യന് ഈ ലോകത്ത് ഒരു സ്വാതന്ത്ര്യമല്ല, വളരെ പരിമിതമായ സ്വാതന്ത്ര്യം. എന്റെ ശരീരത്തിനെ, എന്റെ ജീവനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 അവയവങ്ങളുണ്ട്. എന്റെ ജീവനെ നിലനിർത്തുന്ന 5 അവയവങ്ങൾ. 1 എന്റെ തലച്ചോറാണ്, 2 എന്റെ ഹൃദയമാണ്, 3 എന്റെ ശ്വാസകോശങ്ങളാണ്, 4 എന്റെ വൃക്കകളാണ്, 5ാമത്തേതിന്റെ ദഹന വ്യവസ്ഥയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 5 അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്റെ ജീവിതത്തില് എനിക്ക് വേണ്ട തോന്നലുകളും ചിന്തകളും തീരുമാനങ്ങളും എല്ലാം നിമിഷ നേരം കൊണ്ടെടുത്ത് എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്റെ തലച്ചോറ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് പിന്നല്ലേ, ഞാൻ കണ്ടിട്ടേ ഇല്ല. 24 മണിക്കൂറും എന്റെ ജീവിതത്തിൽ രക്തത്തെ സഞ്ചരിപ്പിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 120 ദിവസം പൂർത്തിയാക്കിയ അന്ന് മുതൽ മിടിക്കാൻ തുടങ്ങിയ ഒരു ഹൃദയമുണ്ട് എനിക്ക്. ആ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയായിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഹൃദയത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഹൃദയം മിടിക്കുന്നത് എന്റെ കണ്ണിന്റെ ഒരു ചാൺ താഴെയാണ്. എന്റെ കൈവച്ചാൽ ആ ഹൃദയത്തിന്റെ മിടിപ്പ് എനിക്ക് അറിയാം. പക്ഷേ എന്റെ ഹൃദയത്തെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ വൃക്കകളെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ശ്വാസകോശങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ദഹന വ്യവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. ആരാ സുഹൃത്തുക്കളെ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്? എന്റെ ജീവിതത്തിലെ ലക്ഷക്കണക്കിന് എന്റെ കോശങ്ങളിലെ പ്രവർത്തനങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? എന്ത് സ്വാതന്ത്ര്യം ഇരിക്കുന്നത്? ഇനി അതൊന്നും വേണ്ട. എന്റെ തലച്ചോറ് ഞാൻ കണ്ടിട്ടില്ല, എന്റെ ശ്വാസകോശം ഞാൻ കണ്ടിട്ടില്ല, എന്റെ വൃക്കകൾ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഹൃദയം ഞാൻ കണ്ടിട്ടില്ല, എന്റെ വയറിന്റെ ദഹന വ്യവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ പോട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ലല്ലോ.
എന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്നെ കാണുന്ന പോലെ എന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ മുഖം കണ്ടത് കണ്ണാടിയിൽ നോക്കിയിട്ടാ. കണ്ണാടിയിൽ കാണുന്നത് എന്റെ യഥാർത്ഥ മുഖമല്ല, എന്റെ മുഖത്തിന്റെ പ്രതിബിംബമാണ്. എന്റെ കണ്ണുകൾ എന്റെ മുഖത്തുണ്ട്, എന്റെ കണ്ണ് എന്റെ മുഖത്തുണ്ട്. പക്ഷേ ഈ കണ്ണുകൊണ്ട് എന്റെ മുഖം കാണാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എന്നിട്ടും അഹങ്കാരിയായ മനുഷ്യൻ പറയാ, എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം, എന്റെ ഇഷ്ടം, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. എനിക്ക് മതം വേണ്ട, എനിക്ക് മാതാപിതാക്കൾ വേണ്ട, എനിക്ക് നിയമങ്ങൾ വേണ്ട, ഞാൻ സ്വതന്ത്രനാണ്. എന്ത് സ്വതന്ത്രമാണ് കൂട്ടരെ നമുക്കുള്ളത്? ഈ മിടിക്കുന്ന ഹൃദയമുണ്ടല്ലോ, ഇതിന്റെ മിടിപ്പൊന്ന് നിന്നാൽ മലർത്തിക്കടത്തി കുളിപ്പിച്ച് കുഴിച്ചു മൂടാനല്ലാതെ ആ മിടിക്കുന്ന ഹൃദയത്തിന് രണ്ടാമതൊന്ന് മിടിപ്പിക്കാൻ ഈ ലോകത്ത് ഏത് വൈദ്യശാസ്ത്രത്തിനാ സാധിക്കുക? ആർക്കാ സാധിക്കുക? പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്? എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല കേട്ടോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല കേട്ടോ നമ്മൾ തിരിച്ചു പോവുക. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഇപ്പൊ സമയം 1 മണിയായി. സമയം ഈ 1 മണിക്ക് നമ്മൾ ഈ ഇരിക്കുന്ന കൂട്ടത്തില് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. മരണം ആർക്കും വരാലോ, അതിന് കാരണങ്ങളൊന്നും വേണ്ട. മരിച്ചു കഴിഞ്ഞിട്ടാ നമ്മൾ തിരയാം, എന്തിനാ കൊണ്ടാ മരിച്ചത്? മരണം സമയത്ത് നടക്കും. ഇപ്പൊ നമ്മൾ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കാം, എന്താ സംഭവിക്കാം? ഞാൻ പറയട്ടെ, ആ മയ്യത്ത് ഒരു ഡോക്ടർ പരിശോധിച്ച് ടോർച്ചൊക്കെ ഒന്ന് കണ്ണൊക്കെ കടിച്ചു നോക്കിയിട്ട് മരിച്ചു എന്ന് ബോധ്യപ്പെടുത്തിയാൽ ആ മയ്യത്ത് നമ്മുടെ വീട്ടിലെത്തും. പിന്നെ നമ്മുടെ ബന്ധുക്കളിലേക്ക്, അയൽവാസികളിലേക്ക് ആ വിവരങ്ങൾ ഓടും. പിന്നെ നമ്മുടെ മയ്യത്ത് മറവ് ചെയ്യുന്ന ആ കബറിലേക്ക്, പള്ളിപ്പറമ്പിലേക്ക് ഒരാൾ പോകും. പിന്നെ നമ്മുടെ നാട്ടിലെ കാര്യപ്പെട്ട ആളുകൾ കൂടി ആലോചിക്കും. എന്താ ആലോചിക്കാറില്ല? മഗ്‌രിബിന് മുമ്പ് മയ്യത്ത് എടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാം. 6:30 മഗ്‌രിബ് ബാങ്ക്. നോമ്പാണ് എല്ലാവർക്കും, നോമ്പ് തുറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 6 മണിക്ക് മുമ്പ് മയ്യത്തെടുക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ നാട്ടുകാർ ആലോചിക്കും. പറ്റുമെങ്കിൽ, ദൂരെ നിന്ന് ബന്ധുക്കളൊന്നും വരാനില്ലെങ്കിൽ സത്യമായിട്ടും 6 മണിക്ക് മുമ്പ് നമ്മുടെ മയ്യത്ത് മണ്ണിൽ വെച്ചിരിക്കും. ഒരാളും പറയില്ല ഞങ്ങളുടെ വാപ്പയാണ് മരിച്ചത്, ബാപ്പാനെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളെ ബാപ്പാന്റെ മയ്യത്ത് ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ കിടത്തി തരണമെന്ന് ഒരു മക്കളും ആവശ്യപ്പെടില്ല. ഞങ്ങളുടെ മകന്റെ മയ്യത്ത് ഞങ്ങൾക്ക് കാണാൻ ഒരു 2 ദിവസം ഇവിടെ കിടത്തിക്കൂടെ എന്ന് ഒരു മാതാപിതാക്കളും ചോദിക്കൂല. പെട്ടെന്ന് കഴിയും, അത്രയേ ഉള്ളൂ. എന്ത് സ്വാതന്ത്ര്യം നമുക്കുള്ളത്? നമ്മളിവിടെ എന്താണ് ഉണ്ടാക്കിയത്? എന്റെ പേരിൽ ഞാൻ ഉണ്ടാക്കിയ വീട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വേറെ ഒരാളുടെ വീടായി തീരൂലേ? എന്റെ പേരിൽ ഞാൻ വാങ്ങിയ കാറ് ഞാൻ മരിച്ചാൽ മറ്റൊരാളുടെ പേരിലാവൂലേ? ഞാൻ വാങ്ങിയ ഭൂമി വേറെ ഒരാളുടെ പേരിലാവൂലേ? എന്റെ ഭാര്യ ചെറുപ്രായമാണെങ്കിൽ അവളെ മറ്റൊരാൾ കല്യാണം കഴിക്കൂലേ? എന്റെ മക്കൾ ആ കല്യാണം കഴിച്ചയാളെ ബാപ്പാന്ന് വിളിക്കൂലേ? എന്താ ഈ ലോകത്ത് നമുക്ക് സ്വന്തമായിട്ടുള്ളത്? എന്നിട്ടും ആൻകാരത്തോടു കൂടി നമ്മൾ പറയാം നമ്മൾ സ്വതന്ത്രരാണ്. നമ്മുടെ ശരീരം, എന്റെ ഇഷ്ടം. ഇത് എന്റെ ശരീരമല്ല, എന്റെ ഇഷ്ടമല്ല. ഈ ശരീരത്തിൽ മൂർത്താവിലെ മുടി മുതൽ എന്റെ കാലിന്റെ പെരുവിരലിന്റെ നഖം വരെ ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ പണം കൊടുത്തു വാങ്ങിയതുമല്ല. എന്റെ റബ്ബ് തന്നതാ. ഓരോന്നും എന്റെ റബ്ബ് തന്നതാ. അതുകൊണ്ട് തന്നെ ആ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമി റബ്ബിന്റേതായതുകൊണ്ട്, ഈ ഭൂമിയിലെ ജീവിതം റബ്ബിന്റേതായതുകൊണ്ട്, തീരുമാനങ്ങൾ റബ്ബിന്റേതായതുകൊണ്ട്, ആ റബ്ബിന്റെ മുമ്പിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് ഈ ജീവിതത്തിൽ ആ റബ്ബിന്റെ നിയമങ്ങൾ നിർബന്ധമായി പാലിച്ചിരിക്കൽ ഓരോ മനുഷ്യന്റെ മേലും നിർബന്ധമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ അല്ലാഹു പറയാണ്. എന്നെ ആരാധിക്കാൻ. എന്താ അള്ളാഹനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക. അതിനുവേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയച്ചത്. ഇവിടെ ഡോക്ടർ ആവാനോ, എഞ്ചിനീയർ ആവാനോ, പണക്കാരനാവാനോ, കൊട്ടാരണ്ടാക്കാനോ ഒന്നുമല്ല. അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയച്ചത് അള്ളാഹു തന്ന ആയുഷ്കാലത്തിന്റെ ഉള്ളിൽ അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കുക. അതാണ് ഓരോ മനുഷ്യനെയും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം. എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ?
എങ്ങനെയാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത്, അവനെ പരീക്ഷിക്കുവാൻ എന്തൊക്കെയാണ് അള്ളാഹു ഈ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അള്ളാഹു നമുക്ക് ഒരു ജീവിതവും മരണവും ഒക്കെ തന്നത് എന്തിനാണ് നിങ്ങള്? എന്തിനാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരിശോധിക്കാനാണ്, നിങ്ങൾ പരീക്ഷിക്കാനാണ്. ആരൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നുണ്ട്, ആരൊക്കെ ആ നിയമങ്ങളെ ലംഘിച്ച് ജീവിക്കുന്നുണ്ട്, അത് പരിശോധിക്കാനാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയുസ് തന്നത്. ആ ആയുസിന്റെ ഇടക്ക് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കണം. എന്താണ് പാലിക്കേണ്ട നിയമങ്ങൾ, എന്താണ് ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട നിയമങ്ങൾ, എന്താണ് അത് പഠിപ്പിക്കാനാണ് അള്ളാഹു ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അള്ളാഹു ഈ ലോകത്ത് വേദഗ്രന്ഥം ഇറക്കിയത്. ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാർ, കോടിക്കോടി മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ ഏത് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നവരാവാം, ആ മനുഷ്യന്മാരുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അവർക്ക് എന്തൊക്കെയാവാം, എന്തൊക്കെയാവാൻ പാടില്ല എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ അള്ളാഹു ഈ ലോകത്തിലേക്ക് അയച്ച വിശുദ്ധമായ ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ ഈ റമദാൻ മാസത്തിന്റെ ആഗമനത്തിന്, ഈ റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കാൻ തന്നെ കാരണമായത് ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ്. അല്ലാഹു തആല ലോകത്തിലെ മനുഷ്യർക്ക് വെളിച്ചമായി ഹുദൽ ലിന്നാസ് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നിങ്ങൾ കേട്ടില്ലേ? റമദാൻ മാസത്തിന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കേട്ട ആയത്താണത്. ശഹ്റു റമദാൻ, റമദാൻ മാസം. എന്താ അതിന്റെ സവിശേഷത? എന്തുകൊണ്ടാണ് 12 മാസങ്ങളിൽ ഈ ഒരു മാസത്തെ മാത്രം അല്ലാഹു തആല പ്രത്യേകമാക്കിയത്? പകല് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, നോമ്പ് നോൽക്കണം, ധാരാളമായി നിസ്കരിക്കണം, ധാരാളമായി സ്വതക്ക ചെയ്യണം, ധാരാളമായി ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു മാസത്തിനെ എന്തിനാണ് അല്ലാഹു ശ്രേഷ്ഠമാക്കിയത്? എന്താ അതിന്റെ കാരണം? എന്താണ് ഈ മാസത്തിന്റെ സവിശേഷത? ഉൻസില ഫീഹി ഖുർആൻ, ഈ ലോകത്തിന് വെളിച്ചമായ ഖുർആൻ, അത് ഇറക്കുവാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ മാസത്തെയാണ്. അതുകൊണ്ട് എന്താണ് ഖുർആൻ? അതുകൂടി അള്ളാഹ് പറയുന്നുണ്ട്, ഹുദൻ ലിന്നാസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കയ്യിൽ ഖുർആനില്ലേ? 5-ാം വയസ്സിൽ മദ്രസയിലേക്ക് പോയിട്ട് ഒന്നാമതായിട്ട് പഠിച്ച അക്ഷരം അലിഫ് എന്ന അക്ഷരമല്ലേ? പിന്നെ ബാവും താവും പഠിച്ചില്ലേ? അറബി ഭാഷയിൽ ആകെയുള്ളത് 28 അക്ഷരങ്ങളാണ്. ആ 28 അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാണ് അല്ലാഹു തആല ഏറ്റവും മഹനീയമായ ഈ ഗ്രന്ഥം ഉണ്ടാക്കിയത്. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യർക്ക് മാർഗദർശനമായ ഗ്രന്ഥമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുവാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട ഖത്താബിന്റെ മകൻ ഉമർ, അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ട്, ആ വചനങ്ങൾ കേട്ട് മനസ്സിൽ വല്ലാത്ത പരിവർത്തനം ഉണ്ടായി, മുസ്ലിമായി ഇസ്ലാമിന്റെ മുന്നണി പോരാളിയായ കഥ നമ്മളൊക്കെ പലവട്ടം കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കട്ടെ, ലോകത്തിന് വെളിച്ചമാവേണ്ട, ലോകത്തിലെ മനുഷ്യർക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കേണ്ട ഈ വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്ത് വായിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടായി, ഇന്ന ആയത്ത് ഓതിയപ്പോ അതെന്റെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റത്തിന് കാരണമായി. ഞാൻ മദ്യപിക്കുന്നവനായിരുന്നു, പക്ഷേ ഈ ആയത്ത് ഓതിയപ്പോൾ മുതൽ പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. എന്റെ ജീവിതത്തിൽ വ്യഭിചാരം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ആയത്ത് ഓതിയ ശേഷം പേടിയോടുകൂടി ഞാൻ അതിൽ നിന്ന് വിട്ടുനിന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ അനർഹമായിട്ട് സമ്പാദിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഈ ആയത്ത് വായിച്ചതോടുകൂടി പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്ത് എന്റെ ജീവിതത്തെ സ്വാധീനിച്ചു, അതാണ് എന്റെ ജീവിതത്തെ മാറ്റം വരാനുള്ള കാരണം എന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്കാണ് സാധിക്കുക? വിശുദ്ധ ഖുർആനിൽ ഉമറുൽ ഫാറൂഖിനെ സ്വാധീനിച്ച ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ തന്നെയാണ് ഇന്നും നമ്മുടെ മുമ്പിലുള്ളത്. പള്ളിക്കോ പുള്ളിക്കോ മാറ്റല്ല, ഒരൊറ്റ ആയത്ത് കൊണ്ടാണ് ഒരു നാട് മുഴുവനും മദ്യപിക്കുന്നവരായിരുന്നു പ്രവാചകന്റെ കാലത്ത്. ലഹരിയില്ലാതെ, കള്ളു കുടിക്കാതെ ആ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. ആ നാടിനെ മുഴുവനും ഒരൊറ്റ ആയത്താണ് ഒരിക്കലും മദ്യപിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്. അവര് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവരെ ആ ആയത്ത് ഇറങ്ങിയപ്പോ വായിലുള്ളത് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞ്, അത് ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാരെ അത് പുറത്തേക്ക് ചിന്തിക്കളഞ്ഞ്,
ഷോപ്പുകളിൽ വലിയ ബാനലുകളിൽ സ്റ്റോക്ക് വെച്ചിരുന്ന വില കൂടിയ മദ്യങ്ങൾ അവർ പുറത്തേക്ക് ചിന്തിക്കളഞ്ഞ് ആ ഒരൊറ്റ ആയത്തിന്റെ വിലയാണ്. തീർന്നില്ല. അവർ പ്രവാചകന്റെ അടുക്കൽ ഒരു സംശയം ചോദിക്കാൻ വരുന്നുണ്ട്. എന്താ സംശയം എന്നറിയോ? റസൂലെ, ഞങ്ങളുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കള്ള് അത് പുറത്തേക്ക് ചിന്തിക്കളഞ്ഞപ്പോ ആ നനവില് ചില പുല്ല് തീർത്ത് വന്ന് പുല്ല് മുളച്ച് ആ പുല്ല് ഞങ്ങൾ കാണാതെ ഞങ്ങളുടെ വീട്ടിലത്തെ ആട് പോയി തിന്നിട്ടുണ്ട്. റസൂലെ, ആ ആടിനെ അറുക്കുമ്പോ അതിന്റെ മാംസം തിന്നാൻ പറ്റുമോ? ആരാ ചോദിച്ചത്? നിങ്ങള് മദ്യത്തിൽ മുങ്ങി ജീവിച്ചിരുന്ന ഒരു ജനത, ഒരായത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനം എത്ര വലുതാ! ആ ആയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ? ആ ആയത്ത് നമ്മൾ ഓതാറില്ലേ? എത്ര വട്ടം നമ്മൾ ആയത്ത് ഓതിയിട്ടുണ്ട്? എന്താണ് ആ ആയത്ത് നമ്മളെ സ്വാധീനിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ എന്നത് സാധാരണക്കാരായ ആളുകൾ പഠിക്കേണ്ടതല്ല. അവർക്ക് പഠിച്ചാൽ മനസ്സിലാകുന്ന ഒന്നല്ല. അതുകൊണ്ട് അവരത് പഠിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് പണ്ടാരോ നമ്മളെയൊക്കെ പറഞ്ഞു ധരിപ്പിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ആരും ഖുർആൻ പഠിച്ചില്ല. പഠിച്ചു. എന്താ പഠിച്ചതറിയോ? അക്ഷരങ്ങൾ വായിക്കാൻ പഠിച്ചു, അത് കൂട്ടി ഓതാൻ പഠിച്ചു. അതിനപ്പുറം ആ അക്ഷരങ്ങളിലൂടെ, ആ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ. എന്താ അർത്ഥം നിങ്ങള്? അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന മോമിനീങ്ങളെ, ലാ തൗകുലൂ, നിങ്ങൾ തിന്നരുതോ, അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങൾക്ക് അവകാശപ്പെടാത്ത അന്യന്റെ സ്വത്ത് നിങ്ങൾ തിന്നരുത് കേട്ടോ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുമ്പോ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തൗകുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ എന്ന് മനോഹരമായിട്ട് ഓതി പോകാനുള്ള ആയത്തല്ലത്. നമ്മുടെ സ്വത്തിലെങ്ങാനും ആരാന്റെ സ്വത്ത്, അന്യായമായ സ്വത്ത് ഒരു തരിയെങ്കിലും നമ്മുടെ സ്വത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് നമ്മൾ ഉപയോഗിക്കരുത്, അത് മാറ്റിവെക്കണമെന്നല്ലേ, അത് അതിന്റെ അവകാശിക്ക് കൊടുക്കണമെന്നല്ലേ ആ ആയത്ത് നമ്മളെ പഠിപ്പിച്ചത്? നിസ്കരിക്കണമെന്ന് പറയുന്ന ആയത്തുകൾ, ഒരൊറ്റ നമസ്കാരം പോലും ഉപേക്ഷിക്കാൻ നമുക്ക് അവകാശമില്ലെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ, നമ്മുടെ സ്വത്തിന്റെ കൃത്യമായ സക്കാത്ത് കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ, മാതാപിതാക്കളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ, നമ്മുടെ മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ, ഭാര്യമാരും ഭർത്താക്കന്മാരും എങ്ങനെയാവണമെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹുദൽ ലിന്നാസ്. എന്താ ഖുർആൻ? അത് ഇന്നിങ്ങനെ ഓതി ഖത്തം തീർക്കാൻ മാത്രമുള്ള പുസ്തകം അല്ല. ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്. അപ്പൊ നമുക്കൊരു പരിചയമില്ലാത്ത വഴിക്ക് യാത്ര പോകണം. ദുർഘടമായ വഴിയാണ്. നമ്മളൊരു ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. ആ യാത്ര പോകേണ്ട സ്ഥലത്തേക്ക് നമുക്കൊരിക്കലും വഴി അറിയില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു ഗൂഗിൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു ഗൂഗിൾ ആപ്പ് നമ്മുടെ കൈവശമുണ്ട്. അത് തന്നിട്ട് പറഞ്ഞതാ, ഇതിൽ നിങ്ങളുടെ ആ സ്ഥലം നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയാൽ വഴി കൃത്യമായിരിക്കും, നിങ്ങൾക്ക് പോകാം. നമുക്ക് സമാധാനമായി. കാരണം ഗൂഗിൾ ആപ്പ് ഉണ്ടെങ്കിൽ തെറ്റാതെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ആ ആത്മവിശ്വാസത്തോടെ നമ്മൾ പുറത്തിറങ്ങാൻ നേരത്ത് നമ്മളെ ഏൽപ്പിച്ച ആ ഗൂഗിൾ ആപ്പ് നമ്മൾ ഒന്നുകൂടി പരിശോധിച്ചു. അപ്പോഴാ മനസ്സിലായത്, അത് നമുക്ക് അറിയുന്ന ഭാഷയിലല്ല, മലയാളത്തിലും അല്ല, ഇംഗ്ലീഷിലും അല്ല, ഹിന്ദിയിലും അല്ല, അത് ചൈനീസ് ഭാഷയിലാണ് ആപ്പ്. നമുക്ക് പോകാൻ പറ്റും. നമുക്ക് മനസ്സിലാവോ? നമ്മൾ പഠിക്കൂലേ? നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഗൂഗിൾ മനസ്സിലാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഭാഷ മനസ്സിലാവാതെ, ഈ ഗൂഗിളിന്റെ റൂട്ട് മനസ്സിലാവാതെ നമ്മൾ യാത്ര ചെയ്താൽ തെറ്റിപ്പോകൂലേ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഞാനും നിങ്ങളും നമുക്കൊരു പരിചയവും ഇല്ലാത്ത, നമുക്ക് വലിയ സ്വാതന്ത്ര്യങ്ങളില്ലാത്ത, ഒരുപക്ഷെ നാളെ ഇന്നേരം മഴ പെയ്തേക്കാം, മറ്റന്നാൾ കൊടുങ്കാറ്റടിച്ചേക്കാം, ഒരുപക്ഷെ തിരമാല വന്നേക്കാം, സുനാമി വന്നേക്കാം, പട്ടിണി വന്നേക്കാം, യുദ്ധങ്ങൾ വന്നേക്കാം. ഈ ലോകത്ത് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സാധ്യതകൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ നമ്മൾ പാവങ്ങളാ. നമുക്കറിയില്ല അടുത്ത സെക്കൻഡിൽ നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാം അറിയുന്ന കാരുണ്യവാനായ റബ്ബ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് പരിചയമില്ലാത്ത, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഈ ലോകത്ത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നറിയാതെ നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ പഠിപ്പിച്ചു തരാം.
എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അത് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. അതാണ് ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വിശദീകരണമാണത്. എങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് സന്മാർഗത്തിൽ ശരിയായ വഴിയിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യമായ സ്വർഗത്തിലെത്താം എന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. വൽ ഫുർഖാൻ, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. വെള്ളം കുടിക്കാം, കള്ളു കുടിക്കരുത്. നിങ്ങളുടെ ഭാര്യയുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാം, ഒരു അന്യ സ്ത്രീയുടെ കൂടെ ജീവിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാം, മാതാപിതാക്കളോട് ദേഷ്യപ്പെടരുത്. നിങ്ങളുടെ മക്കളെ ചേർത്തു നിർത്താം, മക്കളെ തള്ളിക്കളയരുത്. നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമായ പുകവലി അടക്കമുള്ള അപകടങ്ങളിലേക്ക് പോകരുത്, അത് നിങ്ങൾക്ക് ദോഷമാണ്. നിങ്ങൾക്ക് തന്നെ നാശമുണ്ടാക്കരുത്. എന്തായാലും എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ കാര്യങ്ങൾ പറയുന്നത്. ഒരു അത്ഭുതമാണ് സഹോദരന്മാരെ ഖുർആൻ. ഖുർആൻ പല നിലക്കും അത്ഭുത, പക്ഷെ നമുക്ക് നേരിട്ട് മനസ്സിലാകുന്ന ചില അത്ഭുതങ്ങളുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കി കൊടുത്തപ്പോ, ആ ഖുർആനിന്റെ ആയത്തുകൾ പ്രവാചകൻ അങ്ങനെ ഓതിയപ്പോ മക്കയിലെ ചില ആൾക്കാർ പറഞ്ഞു, അത് അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമൊന്നുമല്ല, അത് മുഹമ്മദ് ആരുടെയോ സഹായത്തോടെ എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകമാണ്. മുഹമ്മദ് നബിക്ക് എഴുതാനോ വായിക്കാനോ അറിയാനോ അറിയാം, അതുകൊണ്ട് മറ്റാരോ സഹായിച്ചതാണെന്നാ പറഞ്ഞേ. അപ്പോ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു വെല്ലുവിളി, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നാം നമ്മുടെ അടിമക്ക് ഇറക്കി കൊടുത്ത ഈ ഗ്രന്ഥം അത് അല്ലാഹുവിന്റേതല്ല, അത് മനുഷ്യ നിർമ്മിതമാണ് എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, ആ ഖുർആൻ മുഴുവനും കൊണ്ടുവരണ്ട, അതിൽ ഒരു സൂറത്ത് ഏതുമാവാം. ആ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായം ഈ ഖുർആൻ പോലെ നിങ്ങളൊന്ന് കൊണ്ടുവരൂ. അള്ളാന്റെ വെല്ലുവിളിക്ക് 15 നൂറ്റാണ്ടിന്റെ സമയമായി. 1500 കൊല്ലം കഴിഞ്ഞ് പലപ്പോഴും ശ്രമിച്ച് ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പലരും ശ്രമിച്ച്, പക്ഷേ ഒരായത്ത് കൊണ്ടുവരാൻ ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ ചെറുതല്ലേ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇത് സൂറത്താ, 3 സെന്റൻസ് ആയിട്ടുണ്ട്. ഈ അറബി ഭാഷയിലെ 28 അക്ഷരം ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു 3 സെന്റൻസ് കൊണ്ടുവരാൻ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരു സംഘത്തിനും ഇന്നുവരെ സാധിച്ചിട്ടില്ല. അത്ഭുതമാണ് ഖുർആൻ. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു സഹോദരന്റെ കുറിപ്പ് വായിച്ചാണ്, ഒരു അമുസ്ലിം സഹോദരന്റെ കുറിപ്പാണ്. എന്താ അദ്ദേഹം എഴുതിയതറിയോ? ഗൾഫ് രാജ്യങ്ങളിൽ നിലവിലുള്ള ശിക്ഷാ രീതികൾ നമ്മുടെ നാട്ടിലും നടപ്പാക്കിയാൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ കുറയും. അത് എഴുതിയ ആളുടെ പേര് നോക്കിയപ്പോ അയാൾ മുസ്ലിം അല്ല. അയാൾ അതിന്റെ താഴെ എഴുതിയത്, ഗൾഫ് നാടുകളിൽ ഒരാളെ കൊന്നാൽ ആ കൊന്ന മനുഷ്യനെ ഉടനെ തന്നെ തൂക്കിലേറ്റി കൊല്ലും. നമ്മുടെ നാട്ടിലാവട്ടെ, ഒരാളെ കൊന്നാൽ കുറെ ജയിലില്, പിന്നെ മോചിതനായി സ്വതന്ത്രനായി കുറ്റവിമുക്തനായി സ്വാധീനമുള്ളവരാണെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് അവൻ പുറത്തിറങ്ങും. അതുകൊണ്ട് ആർക്കും ശിക്ഷയെ പേടിയില്ല. ശരിക്ക് ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ നാടുകളിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ആ നാട് സമാധാനമുള്ളതാകുമെന്നാണ് അയാൾ എഴുതിയ കുറിപ്പിന്റെ ആകത്തുക. ഈ നിയമങ്ങൾ എന്നത്തെ നിയമങ്ങൾ? ഇന്ന് നമ്മളൊരു നിയമം ഉണ്ടാക്കിയാൽ നാളേക്ക് മറ്റന്നാള് ആ നിയമം തിരുത്തേണ്ടി വരും. കാരണം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മൈക്കും ഈ കരണ്ടും ഈ വീഡിയോ ഓഡിയോ ഒന്നുമില്ലാത്ത കാലത്ത് പ്രവാചകൻ തന്റെ ഒട്ടകപ്പുറത്തിരുന്ന് ഓടിത്തന്ന നിയമങ്ങളാണ്. 1500 കൊല്ലം കഴിഞ്ഞിട്ടും ഒരാൾക്കും അഭിപ്രായമില്ല. ഈ നിയമം പാലിച്ചു ജീവിക്കുന്ന ഒരാൾക്കും അഭിപ്രായമില്ല. ഈ നിയമങ്ങൾ തിരുത്തേണ്ട നിയമങ്ങളാണ്, ഇത് ജീവിക്കാൻ പറ്റാത്ത നിയമങ്ങളാണ് എന്ന് ഒരു മുസ്ലിമിനും തോന്നിയിട്ടില്ല, ഇന്നു വരെ തോന്നിയിട്ടില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇസ്ലാമിക ശരീഅത്തിൽ മാറ്റം വരുത്തണം. ആരാ പറയില്ല? നിങ്ങള് ആ ശരീഅത്ത് എന്താണ് എന്നറിയാത്ത, അതുപ്രകാരം ജീവിച്ചിട്ടില്ലാത്ത ചില ആളുകൾ പറയാറുണ്ട് ശരീഅത്ത് നിയമം മാറ്റണം. എന്നാൽ എന്താണ് ശരീഅത്ത് എന്ന് മനസ്സിലാക്കി അള്ളാന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യനും അള്ളാന്റെ നിയമങ്ങളെ മാറ്റണമെന്ന് ഇന്നുവരെ ആവശ്യപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ,
ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ ലോകത്താണ്. നമ്മൾ ശ്വസിക്കുന്ന വായു അത് നമ്മുടെ സ്വന്തം പ്രകാരം കിട്ടുന്ന സംഗതിയല്ല. ഞാൻ ഒരു ആശുപത്രിയുടെ ICUവിൽ ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോഴേ തൊട്ടടുത്ത ബെഡിലുണ്ട് ഒരാൾ ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്നു. ശ്വാസം വലിക്കാൻ വേണ്ടി അയാൾ ആഞ്ഞു വലിച്ച് അയാളുടെ ശരീരം എന്ന് എഴുതിയതുപോലെ നെഞ്ചൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വളഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ശ്വാസം നിറയെ വായുണ്ട്, ഇവിടെ നിറയെ വായുണ്ട്, പൈസ കൊടുക്കണ്ട. പക്ഷേ അയാളുടെ ശ്വാസകോശത്തിലേക്ക് വായു കയറുന്നില്ല. അത് കയറണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ശ്വാസം കിട്ടാതെ ആ മനുഷ്യൻ പ്രയാസപ്പെടുക. അതാണ് ഈ ലോകം. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ അടിമകളായിട്ടാണ്. അള്ളാഹുവിന്റെ അടിമകളായത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹു തആല കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ നിയമങ്ങളുണ്ട്, അവിടെ നിരോധങ്ങളുണ്ട്, അവിടെ കൃത്യമായ ഉപദേശങ്ങളുണ്ട്, താക്കീതുകളുണ്ട്. അത് അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം തെറ്റാതിരിക്കാൻ, നമ്മുടെ വഴികൾ തെറ്റാതിരിക്കാൻ, അള്ളാഹു വിരോധിച്ച വഴികളിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ മനോഹരമായ ഒരു മാർഗമുണ്ട്. ആ മാർഗം ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് മുറുകെ പിടിച്ചാൽ ഏത് കാലത്തും ഏത് തിന്മയുടെ വല്ലാത്ത കാലത്തും അത് മുറുകെ പിടിച്ചാൽ നിങ്ങളെ വഴി തെറ്റുകയില്ല. അതിലൊന്ന് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തേത് അതുപ്രകാരം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ സുന്നത്താണ്. ആ ഖുർആനും ആ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ചു ജീവിച്ചാൽ, അതിലെന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ വഴി തെറ്റുകയില്ല എന്ന പ്രവാചകന്റെ വചനം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ വല്ലാത്ത ഒരു മാസമായതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനമെടുക്കണം. എന്റെ ജീവിതം ഇനി ഖുർആൻ അനുസരിച്ചായിരിക്കും. ആ ഖുർആൻ എന്താണോ പറഞ്ഞത് അതനുസരിച്ചായിരിക്കും എന്റെ ജീവിതം. ആ ഖുർആൻ എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ ബീവിയോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി കാന ഖുലുഖുഹു ഖുർആന, കാന ഖുലുഖുഹു ഖുർആന. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്താണോ നല്ലതായി പറഞ്ഞത് അതൊക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഖുർആൻ എന്താണോ അരുതെന്ന് പറഞ്ഞത് അതിൽ നിന്നൊക്കെ ആ പ്രവാചകൻ വിട്ടുനിന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അഥവാ നമ്മൾ ജീവിക്കുമ്പോൾ ഖുർആൻ പ്രകാരം ജീവിക്കുക. അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ സങ്കടത്തോടു കൂടി പറയാറുണ്ട്, അതിന് എനിക്ക് ഖുർആൻ അറിയില്ലല്ലോ, ഞാൻ ചെറുപ്പത്തിൽ ഖുർആൻ പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് മദ്രസയിൽ നിന്നും അങ്ങനെ ഖുർആൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ, നിസ്കരിക്കുമ്പോൾ ഓതാനുള്ള ചെറിയ സൂറത്തുകളൊക്കെ മനപ്പാടമുണ്ട് എന്നല്ലാതെ എനിക്ക് ഖുർആൻ ഒന്നും അറിയില്ലല്ലോ, ഞാൻ എങ്ങനെ ഖുർആൻ പഠിക്കുക, ഞാൻ എങ്ങനെയാണ് ഖുർആൻ പ്രകാരം ജീവിക്കുക? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനതയെ ചൂണ്ടിയിട്ട് അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ആ ജനത ആരാന്നറിയോ? ഈ പ്രവാചകന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആൾക്കാരാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ആ വിഭാഗത്തിൽ ഉണ്ടായേക്കും. ആ വിഭാഗത്തെ ചൂണ്ടിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹിനോട് പറയണേ, അള്ളാഹുവേ, ഈ ആളുകളുണ്ടല്ലോ, അള്ളാഹുവേ, ഈ ആളുകളുണ്ടല്ലോ അവർ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരാണ്,
അവരുടെ വീടുകളിൽ ഒരുപാട് ഖുർആനുകൾ ഉണ്ടായിരുന്നു, അവരുടെ പള്ളികളിൽ ഒരുപാട് ഖുർആനുകൾ ഉണ്ടായിരുന്നു, അവരുടെ മൊബൈൽ ഫോണുകളിൽ ഖുർആനിന്റെ ഒരുപാട് പതിപ്പുകൾ ഉണ്ടായിരുന്നു, അവരുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്കൂൾ ബാഗുകളിൽ ഖുർആനിന്റെ കോപ്പികൾ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാഹുവേ, ഈ ജനതയുണ്ടല്ലോ, അവർ ഖുർആൻ പരിഗണിച്ചില്ല, അത് പഠിച്ചില്ല, അത് പഠിക്കാൻ ശ്രമിച്ചില്ല, അതനുസരിച്ച് ജീവിക്കാൻ അവർ ശ്രമിച്ചില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ജനതയ്ക്ക് നീ അർഹമായ ശിക്ഷ കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഖുർആൻ പഠിക്കാത്തവർക്കെതിരെ സാക്ഷി പറയുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. പ്രവാചകൻ മാത്രമല്ല, ഈ ഖുർആൻ തന്നെ സാക്ഷി പറയുന്ന ജീവനില്ലാത്ത രണ്ട് വസ്തുക്കൾ നമുക്ക് അനുകൂലമായും നമുക്ക് പ്രതികൂലമായും അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയുന്ന, ഒന്ന് വിശുദ്ധ ഖുർആൻ, രണ്ട് വിശുദ്ധ റമദാൻ. റമദാൻ മാസം സാക്ഷി പറയും, അല്ലാഹുവേ, ഞാൻ ഈ മനുഷ്യന്റെ അടുത്തെത്തിയപ്പോൾ ബഹുമാനത്തോടെ ആദരവോടെ അവൻ എന്നെ സ്വീകരിച്ചു, ഈ മാസത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇയാൾ നിർവഹിച്ചു, അല്ലാഹുവേ, ഇയാൾക്ക് നീ കരുണ കാണിക്കണേ എന്ന് അനുകൂലമായിട്ട് ചില മനുഷ്യന്മാർക്ക് റമദാൻ സാക്ഷി പറയും. തിരിച്ചും പറയും, അല്ലാഹുവേ, ഞാൻ ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചെന്നപ്പോൾ അയാൾ എന്നെ പരിഗണിച്ചില്ല, നോമ്പ് നോറ്റില്ല, ശരിയായി ജീവിച്ചില്ല, ഖുർആൻ ഓതിയില്ല, തോന്നിയതുപോലെ ജീവിച്ചു, അല്ലാഹുവേ, അർഹമായ ശിക്ഷ കൊടുക്കണേ. അങ്ങനെ പറയുന്ന എതിരായിട്ടും സാക്ഷി പറയും, അനുകൂലമായിട്ടും പറയും. റമദാൻ മാത്രമല്ല, ഖുർആനും പറയുന്ന. അപ്പൊ ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറയാതിരിക്കണം. നമുക്ക് പറയാൻ പറ്റും, സഹോദര, അല്ലാഹുവേ, എനിക്ക് ഖുർആൻ പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ വീട്ടില് ഒരൊറ്റ ഖുർആനും ഇല്ലായിരുന്നു, പിന്നെ ഞാൻ എങ്ങനെ ഖുർആൻ പഠിക്കാന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലാഹുവേ, എനിക്ക് ഖുർആൻ പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു, അതുകൊണ്ടാണ് റബ്ബേ ഞാൻ പഠിക്കാനെന്ന് പറയാൻ പറ്റുമോ? എത്ര ആളുകളുണ്ട്, എത്ര സംവിധാനമുണ്ട് ഖുർആൻ പഠിക്കാൻ. ഇനി എനിക്ക് ഖുർആൻ പഠിക്കാൻ നേരല്ലായിരുന്നു, നേരം വെളുത്താല് മൊബൈൽ ഫോണുകളിലൊക്കെ മണിക്കൂറുകൾ ഇങ്ങനെ തോണ്ടി ഇരിക്കാൻ ഒരുപാട് സമയമുള്ള നമുക്ക്, പ്രിയപ്പെട്ടവരെ, ഒരു 10 ആയത്ത് ഓതാൻ ഒരു ദിവസത്തിൽ ഒരു 10 ആയത്തെങ്കിലും ഓതാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ, നമ്മൾ മുതിരുന്നില്ലെങ്കിൽ, നമ്മളാണ് പ്രിയപ്പെട്ടവരെ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞവർ. അവർ നരകത്തിന്റെ അകലുകാരാ, മറക്കരുത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഖുർആനൊക്കെ എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയോ? പ്രായം കുറയായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഖുർആൻ ഇറക്കി കൊടുക്കുമ്പോ പ്രവാചകന്റെ പ്രായത്തെ 40 വയസ്സല്ലേ? പിന്നെ 63 വയസ്സ് വരെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ ഖുർആൻ പഠിച്ചവര് 80ഉം 90ഉം 100ഉം ഒക്കെ വയസ്സുള്ള ആൾക്കാരായിരുന്നു. ഇത് പഠിക്കാൻ പ്രായങ്ങൾ തടസ്സല്ല. കാരണം അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. അല്ലാഹു പറയാണ്, ഖുർആനിനെ നാം നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ലിദ്ദിക്രി, പഠിക്കുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക്. ഫഹൽ മിൻ മുദ്ദക്കിർ, പക്ഷെ പഠിക്കാൻ ആളെവിടെ? നിങ്ങൾ പഠിക്കാൻ റെഡിയുണ്ടോ? നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാണോ? അല്ലാഹു എന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് തന്ന ഈ ഖുർആൻ എനിക്കൊന്ന് വായിക്കണം, അതൊന്ന് മനസ്സിലാക്കണം, എന്നിട്ട് എന്റെ റബ്ബ് എന്നോട് പറയുന്ന ആ നിയമങ്ങളിലൂടെ എനിക്കൊന്ന് സഞ്ചരിക്കണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിക്കാൻ ഒരുങ്ങും. നിങ്ങളുടെ മുമ്പിൽ 100 മാർഗമുണ്ട്. ഈ ഒരു പള്ളി ഉണ്ടല്ലോ, തൗഹീദിന്റെ ഈ പള്ളി, ഈ പള്ളിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത ഈ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും എന്നതായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ അംഗീകരിച്ച് മുസ്ലിമായ മനുഷ്യന്മാരുണ്ടല്ലോ, ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണ്? രാജാക്കന്മാരാ? മന്ത്രിമാരാ? പണക്കാരാ? അധികാരമുള്ളവരാ? കോടീശ്വരന്മാരാ? ആരാണ് ഈ സമുദായത്തിലെ ഏറ്റവും ഖൈറായ ആളുകൾ? ആരാണ് നിങ്ങൾ? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിച്ചവരാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്. അവരാണ് ഈ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥം പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കണ്ടേ?
ഇത് പഠിക്കാൻ ഒരുപാടൊന്നുമില്ല. നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഗ്രന്ഥമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ റമദാൻ മാസത്തിലും വിശുദ്ധ ഖുർആൻ എത്ര വട്ടം ഓതി തീർക്കുമെന്നറിയുമോ? ഖുർആൻ ഓതിയാൽ തന്നെ കൂലിയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരക്ഷരത്തിന് 10 ഇരട്ടി കൂലിയുണ്ട് ഖുർആൻ ഓതുമ്പോ. എന്നിട്ട് പ്രവാചകൻ പറയാണ്, നിങ്ങൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ, ഈ അലിഫ് ലാം മീം എന്ന പദം ഉണ്ടല്ലോ, അതൊരു അർത്ഥമൊന്നുമില്ലാത്തൊരു പദം. അർത്ഥം ഉണ്ടോല്ലേ നമുക്കറിയില്ല, അള്ളാഹു നമുക്കത് അറിയിച്ചു തന്നിട്ടില്ല. പക്ഷെ നമ്മൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അലിഫ് ഹർഫുൻ, അലിഫ് എന്നത് ഒരക്ഷരമായി പരിഗണിക്കും, അതിന് 10 ഇരട്ടി കൂലി തരും. വലാമുൻ ഹർഫുൻ, ലാമു മറ്റൊരക്ഷരമായി പരിഗണിക്കും, അതിന് 10 ഇരട്ടി കൂലി തരും. വമീമുൻ ഹർഫുൻ, മീം മറ്റൊരക്ഷരമായി പരിഗണിക്കുന്നു. നിങ്ങൾ അലിഫ് ലാം മീം എന്ന് പറയാൻ വല്ല ചെലവുണ്ടോ? പൈസ കൊടുക്കണോ? അധ്വാനിക്കണോ? കഷ്ടപ്പെടണോ? ക്ഷീണിക്കണോ? പക്ഷേ ആ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അതിന് അല്ലാഹു നാളെ നമുക്ക് തരുന്ന കൂലി ഉണ്ടല്ലോ, നമ്മുടെ മീസാനിൽ നല്ല കനമുള്ള കൂലിയേക്കാരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീരുമാനിക്കുക, എനിക്ക് ഖുർആൻ പഠിക്കണം. ഇന്നുവരെ എത്രയോ പത്രങ്ങൾ വായിച്ച്, എത്രയോ പുസ്തകങ്ങൾ വായിച്ച്, എന്തൊക്കെയോ വായിച്ച്, പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഖുർആൻ ഒന്ന് വായിച്ചു തീർക്കാൻ എനിക്ക് തോന്നിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ സങ്കടപ്പെടണം. മാത്രല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ നേരെ ചൂണ്ടി, റബ്ബേ, ഖുർആൻ പഠിക്കാനും അറിയാനും എമ്പാടും അവസരമുണ്ടായിട്ടും ഈ മനുഷ്യന്മാര് അത് അവഗണിച്ചു കളഞ്ഞു റബ്ബേ, അതുകൊണ്ട് അവർക്ക് നീ അർഹമായ ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. ആ ഖുർആൻ എന്താണോ പറഞ്ഞത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. ഖുർആൻ പഠിക്കുമ്പോ അത് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ മുസ്ലിം സമൂഹത്തിലൊക്കെ ഇത്രയും വലിയ ജാഗരണം ഉണ്ടായത് അവര് ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്. നമുക്കുള്ള ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന എത്രയോ ആളുകൾ അവരിവിടെ പണിക്ക് വരുന്നവരാ, പേരൊക്കെ മുസ്ലിങ്ങളുടെ പേരാ, പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല, അവർക്ക് പലതും 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 അറിയില്ല. എന്തേ കാരണം എന്നറിയോ? അവര് ഖുർആൻ പഠിച്ചിട്ടില്ല. ഖുർആൻ പഠിച്ചാൽ അത് ജീവിതത്തിന്റെ വെളിച്ചമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചത്, ഈ വിശുദ്ധ ഖുർആൻ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അതാ ഖുർആൻ. എന്താ ഖുർആൻ പറയുന്നത്? കിതാബുൻ, അതൊരു ഗ്രന്ഥം. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? അൻസൽനാഹു, ആ ഗ്രന്ഥത്തെ നാം ഇറക്കിയത്, അല്ലാഹു ആ ഗ്രന്ഥത്തിനെ ഭൂമിയിലേക്ക് ഇറക്കിയത് എന്തിനാറിയോ? ഓതി ഓതി കൂലിണ്ടാക്കാൻ മാത്രമല്ല, ലിതുഖ്രിജൻ നാസ, ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. എന്തിൽ നിന്ന്? മിനൽ ളുലുമാതി, ഇരുട്ടുകളിൽ നിന്ന്. പലജാതി ഇരുട്ടുണ്ട്. ലഹരിയുടെ ഇരുട്ട്, വ്യഭിചാരത്തിന്റെ ഇരുട്ട്, കാപ്പറ്റ്യത്തിന്റെ ഇരുട്ട്, ശിർക്കിന്റെ ഇരുട്ട്, പീഡനത്തിന്റെ ഇരുട്ട്, ഒരുപാട് ഇരുട്ടുണ്ട് ഈ ലോകത്ത്. കഴിഞ്ഞ ദിവസത്തില് നമ്മുടെ നിയമസഭയിൽ ഒരു ചർച്ച ഉണ്ടായി ലഹരിക്കെതിരെ. ലഹരിയുടെ ഭയങ്കരമായ വ്യാപന, ചെറിയ സ്കൂളിലെ കുട്ടികൾ പോലും ലഹരിയിൽ മുങ്ങിപ്പോവുക. രക്ഷപ്പെടുത്താൻ എന്താ മാർഗം? അവർ മണിക്കൂറുകൾ ചർച്ച ചെയ്തു, ഒരു മാർഗം കണ്ടിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനില് എത്ര കൃത്യമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ലഹരി ഉണ്ടാക്കുന്ന ഏതൊരു വസ്തുവും, പൊടിയാവാം, പുകയാവാം, എന്താവാം, അതൊരു ചെറിയ തരിയാണെങ്കിൽ പോലും അത് നിഷിദ്ധമാണ്. നമ്മുടെ നാട്ടിൽ എന്താ ലഹരി പോകാത്ത? ഇവിടെ 2 തരം ലഹരി ഉണ്ട്. സർക്കാരുകൾക്ക് നികുതി കിട്ടുന്ന ലഹരി അനുവദനീയമാണ്, അല്ലാത്ത ലഹരിയാവും തടയപ്പെടുന്നത്. ഏത് ലഹരിയും നിഷിദ്ധമാണ്. ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഹരി ഉണ്ടാക്കുന്ന ഏതും നിഷിദ്ധമാണ്. അത് എത്ര കുറച്ചാണെങ്കിലും എത്ര കൂടിയതാണെങ്കിലും, പുകയായാലും പൊടിയായാലും കുടിച്ചായാലും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയാലും ചുണ്ടിലായാലും നാവിലായാലും എന്തായാലും അതൊക്കെ ഹറാമാണ്. എത്രത്തോളം ഹറാമെന്ന് നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണേ. ഒരൊറ്റ പ്രാവശ്യം ഒരാള് കുറച്ചാവട്ടെ കൂടുതലാവട്ടെ ലഹരി ഉപയോഗിച്ചാൽ അവൻ തൗബ ചെയ്തു മടങ്ങിയിട്ടില്ലെങ്കിൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. 40 ദിവസത്തെ നിസ്കാരം പറഞ്ഞാലേ 40 × 5 200 നിസ്കാരം അല്ലാഹുക്ക് വേണ്ട.
അത് ചുണ്ടിന്റെ ഇടയിലോ നാവിന്റെ ഇടയിലോ കുത്തിവെച്ചിട്ടോ കുടിച്ചിട്ടോ മണത്തിട്ടോ പൊടിയായിട്ടോ സ്റ്റാമ്പായിട്ടോ കടലാസായിട്ടോ എന്താവട്ടെ, ലഹരിക്ക് വേണ്ടി ഒരു മനുഷ്യൻ എന്തെങ്കിലും ഉപയോഗിച്ചാൽ അവന്റെ നിസ്കാരങ്ങൾ പടച്ചറപ്പിന് വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ നിയമം ഒരാൾ അനുശാസിക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് ലഹരിയിലേക്ക് പോവുക? അയാൾ എങ്ങനെയാണ് തോന്നിവാസത്തിലേക്ക് പോവുക? ഒരു അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് രണ്ടാമതൊന്ന് നോക്കാൻ നിനക്ക് അധികാരമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം എങ്ങനെയാണ് ഒരു മനുഷ്യനെ വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക? ഒരു മനുഷ്യന്റെ അവകാശത്തിൽ അവന്റെ മനസ്സിനെ പോലും നിനക്ക് വേദനിപ്പിക്കാൻ അവകാശമില്ല എന്ന് പഠിപ്പിച്ച ഒരു മതം എങ്ങനെയാണ് മറ്റൊരുത്തനെ കൊല്ലാനോ അവന്റെ സ്വത്ത് അപഹരിക്കാനോ അനുവദിക്കുക? എല്ലാം നടക്കും. മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന നിയമങ്ങളാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. എത്ര മനോഹരങ്ങള്! അള്ളാഹു എന്ത് കൽപ്പിച്ചോ അതൊക്കെ നമുക്ക് ഖൈറാണ്. അള്ളാഹു എന്ത് വിരോധിച്ചോ അതൊക്കെ നമുക്ക് ദോഷകരമായ കാര്യങ്ങളാണ്. പക്ഷെ ഖുർആൻ പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവുമേറെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്നത് ശിർക്കിന്റെ പേരിലാണ്. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളുമായി മനുഷ്യരെ ചൂഷണം ചെയ്യാൻ ഒരുപാട് ആളുകള്. അള്ളാഹുവിന്റെ ഖുർആനുകൾ വായിച്ചു നോക്കി, 100 ചില്ലാനം ആയത്തുകൾ പ്രാർത്ഥനകളെ കുറിച്ചാണ്. ആ പ്രാർത്ഥന മുഴുവനും അള്ളാഹുവിനോടാണ്. നിങ്ങൾ ഖുർആൻ ഓതിയിട്ടില്ലേ? അള്ളാഹുവേ എന്ന് വിളിച്ചോ അള്ളാഹുവിന്റെ പേര് വിളിച്ചിട്ടോ അല്ലാത്ത ഒരൊറ്റ പ്രാർത്ഥന ഖുർആനിലുണ്ടോ? നിരാശരായ കുറ്റവാളികളായി ഒരുപാട് തെറ്റ് ചെയ്ത് ഏറെ മനോവിഷമുണ്ടായി ഇനി ഞാൻ നന്നാവൂല എന്നൊക്കെ തീരുമാനിച്ച കുറെ മനുഷ്യരുണ്ടാവൂലേ, അവരെ വിളിച്ചിട്ട് സ്നേഹത്തോടെ അള്ള പറയാണ്, നിങ്ങൾ എന്നോട് പറഞ്ഞോളി, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. നിങ്ങൾ എത്ര തെറ്റ് ചെയ്തിക്കണോ ഞാൻ പുറത്തു തരാം. നിങ്ങൾ ആവശ്യങ്ങൾ എന്നോട് പറഞ്ഞോളൂ, ഞാൻ പരിഹരിച്ചു തരാം. നിങ്ങൾ വേറെ ആരോട് പറയരുത്, വേറെ ആരും വിളിക്കരുത്. എന്തായാലും കൃത്യമായിട്ട് പഠിപ്പിച്ചത്. അപ്പോ നമ്മൾ ഖുർആൻ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ അബദ്ധങ്ങളൊക്കെ ഇല്ലാതാവും. നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകും. അത് നന്മയുടെ വഴിയിലാവും. ഈ വിശുദ്ധ മാസം, ഈ വിശുദ്ധമായ മാസം ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ മാസമാകിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ധാരാളമായി ഓതാനും ആ ഓതുന്ന ഖുർആൻ അത് പദങ്ങൾ മനസ്സിലാക്കാനും ആശയം മനസ്സിലാക്കാനും ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശനമായി പടച്ചറബ് ഇറക്കിത്തന്ന വിശുദ്ധ ഖുർആനിനെ ശരിയായി മനസ്സിലാക്കാനും അതിനെ പിൻപറ്റി ജീവിക്കാനും അല്ലാഹു നമുക്കൊക്കെ കഴിവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനിനെ ജീവിതത്തിന്റെ വസന്തമായി കണ്ട് അതിനെ സ്നേഹിക്കാനും അതിനെ ഉപയോഗപ്പെടുത്തുവാനും അല്ലാഹു നമുക്ക് ഈമാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ നോമ്പുകളും എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായിട്ട് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് കഴിവും കരുത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. താങ്ങാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോ എങ്ങനെ മരണപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ഒന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ ജീവിക്കുന്നത് അപകടകരമായ സാഹചര്യങ്ങളിലാണ്. വളരെ വളരെ അപകടങ്ങൾക്കിടയിലാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മളെ അനുസരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു വളർത്തി വലുതാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الجنة مع الابرار يا عزيز يا غفار. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا اغفر لنا ولوالدينا، اللهم رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.